ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. രണ്ടായിട്ട് അമ്മ ആക്കി തന്നതായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ കാലമായി. പിന്നെ ഇവിടെ എൻ്റെ വീട്ടിൽ തലശ്ശേരി എത്തിയതിന് ശേഷം അയ്യോ ഇങ്ങനൊരു വീഡിയോ കിടപ്പുണ്ടല്ലോ, അപ്പോൾ അത് ഇടണമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ആദ്യം ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ പിന്നെ നോക്കുമ്പോൾ വിചാരിച്ചത് എന്തായാലും ലോങ് വീഡിയോ ആയിട്ട് തന്നെ വളരെ വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ട് ഇടാമെന്ന്. അപ്പം അങ്ങനെ മൊത്തത്തിലൊരു 8 മിനിറ്റ് ഒരു വീഡിയോ ഞാനിപ്പോൾ ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇവിടെ പേച്ചി മക്കളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബഹളെല്ലാം പുറകെ കേൾക്കും. പിന്നെ ഫാനിട്ടൻ്റെ സൗണ്ട് എല്ലാം കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ വീഡിയോ കാണാൻ നോക്കുക. പിന്നെ നമ്മളെ വീഡിയോന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നമ്മളെ പഴയ വീഡിയോസും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാമല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ ഷോർട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് പിന്നെ ലോങ് വീഡിയോ ആക്കിയതാണ്. അപ്പോൾ ഇത് പിന്നെ നമ്മളെപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടി ഉള്ളി എടുത്തപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. അപ്പം നമുക്ക് ചെറിയ ഉള്ളി വേണം, അത് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെക്കണം കേട്ടോ. പിന്നെ നമുക്ക് തേങ്ങയാണ് വേണ്ടത്. ഇതിപ്പം ചെറിയ തേങ്ങയായപ്പോൾ ഞാൻ എടുത്തത്, പിന്നെ മാറ്റിയിട്ട് വേറെ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ കുഞ്ഞതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെക്കണം. അപ്പം ഇത് അമ്മ അരി കുതിർത്ത് വെച്ചതാണ്, പച്ചരിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. പച്ചരിയും കുറച്ച് ചോറും അങ്ങനെ അരച്ച് വെച്ചതാണ്. അരവ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല ലൂസായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ആ കൺസിസ്റ്റൻസി കണ്ടപ്പോൾ തന്നെ ഞാൻ അമ്മേനോട് ചോദിച്ചതാണ് ഇത്രക്ക് ലൂസ് വേണമെന്ന്. അപ്പോൾ അമ്മ 4 ലൂസാണ് വേണ്ടത്. പിന്നെ നമ്മളിതാ ഇപ്പോൾ ഈ കലക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നല്ല, നമ്മളെ വെല്ലമില്ലേ, വെല്ലം ഉരുക്കിയതാണ്. ഉരുക്കിയിട്ട് അതേ ചൂടോടെ അരിച്ചിട്ട് ഈ മിക്സിയിലിട്ട് നമ്മളിങ്ങനെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഉള്ളിൽ ഒന്നും കൂടി ഒന്ന് ലൂസാവും. പിന്നെ നമുക്ക് ആവശ്യം ഇതാണ് കോൺഫ്ലോർ അല്ല, ബേക്കിംഗ് സോഡ. അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് ഒരു സ്പൂണിൻ്റെ ഇത്ര പോരാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇതും ഇതിലിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പം പല സൗണ്ടുകളും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. എന്താ വെച്ചാൽ വീട്ടിൽ ഏച്ചിയും മക്കളെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒച്ചയും ബഹളമെല്ലാം ആണ് കേട്ടോ. അതുകൊണ്ടാണ് എഡിറ്റിങ് ഒരുപാട് ലേറ്റ് ആകുന്നത്. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് ഇരുന്നതാണ്. അപ്പോൾ അതും കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു നുള്ള് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഹോം മെയ്ഡ് നെയ്യാണ് കേട്ടോ. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഉരുകണം. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മളെ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങാ കൊത്തൂല്ലേ, അത് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ചെറിയുള്ളിയും തേങ്ങ കൂടി ഏകദേശം ഈ ഒരു പരുവത്തിലായി വരണം. അതിൻ്റെ നല്ലോണം മുരിഞ്ഞിട്ട് വരൂലേ, അങ്ങനെയായി വരണം. പിന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ കൂട്ടിലേക്കാണ്. എന്നിട്ട് നമുക്കിതാ ആ കൂട്ട് നമ്മളെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ.
എന്നിട്ട് ഇതാ വിസിൽ ഊരി വെച്ചിട്ട് ഇതുപോലെ നമുക്ക് അടച്ച് വെക്കണം. ഒരു 15 മിനിറ്റിനുള്ളിൽ നമുക്ക് ആയി കിട്ടും. പിന്നെ ഓരോ കുക്കറിൻ്റെ വേവുകളനുസരിച്ചിട്ടിരിക്കും ചിലപ്പം ആ ഒരു ടൈം കേട്ടോ. നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ വന്ന് നിൽക്കുന്നുണ്ട് അതിന്. അപ്പോൾ സൈഡ് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ കരിഞ്ഞു പോയിനല്ലോ എന്ന്. പക്ഷേ കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. അമ്മ ഇത് നല്ലതുപോലെ അടർത്തി എടുക്കുന്നുണ്ട്. അപ്പം ഇടയ്ക്കൊരിക്കൽ അമ്മ തുറന്നിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിത് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിഭാഗം ഏറ്റവും അടിഭാഗമില്ല അവിടെ ചെറിയൊരു കരിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമുക്കത് കഴിക്കാനും പറ്റുന്നുള്ള ആ ഒരു ടേസ്റ്റ് ഇല്ലേ, അങ്ങനെയാണ്. അതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് മക്കളെ സ്കൂള് വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്നാക്കാൻ പറ്റുന്ന, നാവെല്ലാം കുഴയുന്നുണ്ട് അത് ഒഴിവാക്കാം. അപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി 4 മണി പലഹാരമാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. പിന്നെ ഞാനിതാ ഒരു പീസ് എടുത്തിട്ട് കഴിച്ച് നോക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു.